ഇവിടെ വന്ന് പൂജ ചെയ്ത് ആ പ്രസാദം കൊണ്ടുപോയി നമ്മുടെ ഭൂമിയിൽ വിതരണം ചെയ്താൽ നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത് അതുമാതിരി നമുക്കത് നടന്നു കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഫുൾ ഞാൻ അനുഭവിച്ചു. ഭഗവാൻ പല രൂപത്തിലുമാണ് ഓരോരുത്തരെയും സഹായിക്കുന്നത്. അത് ഈ നാട്ടിലെല്ലാവർക്കും അത് വളരെ അനുഭവമാണ്. ഭൂമി സംബന്ധമായ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ശരിയാവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് വഴിപാട് കഴിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതേപോലെ നടത്തി, ഫലം കിട്ടി. റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചേർപ്പ് പെരുമ്പിളിശ്ശേരി ദേശത്ത് സ്ഥിതി ചെയ്യുന്ന മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്ര സന്നിധിയിലാണ്. നിരവധി പ്രത്യേകതകൾ നിറഞ്ഞ ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ ക്ഷേത്ര ദർശനത്തിന് ശേഷം നിങ്ങളുമായി പങ്കുവയ്ക്കാം. മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ കാലപ്പഴക്കം കണക്കാക്കപ്പെടുന്നു. ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് പ്രധാന ശ്രീകോവിലിനുള്ളിൽ ശംഖ് ചക്ര ഗദാപത്മധാരിയായ ശ്രീ മഹാവിഷ്ണുവിനെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നതെങ്കിലും ശ്രീ മഹാവിഷ്ണുവിനെ ഇവിടെ വാമനമൂർത്തി സങ്കല്പത്തിലാണ് ആരാധിച്ചു വരുന്നത്. ഈ വാമനമൂർത്തി ഉപനയനം കഴിഞ്ഞ് വേദങ്ങൾ അഭ്യസിക്കുന്ന, വേദങ്ങൾ എപ്പോഴും കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രഹ്മചാരിയായ ബാലന്റെ ഭാവത്തിലാണ് ഈ ശ്രീകോവിലിനകത്ത് വാണരുളുന്നത്. ഈ ക്ഷേത്രത്തിൽ ഉപപ്രതിഷ്ഠകളായി പ്രധാന ശ്രീകോവിലിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഒരു ശ്രീകോവിലിനകത്ത് കിഴക്കോട്ട് ദർശനമായി ശ്രീ മഹാഗണപതിയുടെ പ്രതിഷ്ഠയും, ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് വടക്ക് കിഴക്കേ മൂലയിൽ ഒരു തൂണിൽ ഒരു ഭഗവതി സങ്കല്പവുമുണ്ട്. ഈ ഭഗവതി പടിഞ്ഞാറ് ദർശനമായി മാതൃഭാവത്തിലാണ് ഇവിടെ കുടിയിരിക്കുന്നത്. ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് ക്ഷേത്രത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു സാമിയാരുടെ പ്രതിഷ്ഠയുമുണ്ട്. ഈ സാമിയാർ വാമനമൂർത്തിയുടെ ഒരു ഉപാസകനാണ്. ഇത്രയുമാണ് മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകൾ. മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രം ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ക്ഷേത്രമാണ്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഈ ക്ഷേത്രത്തിൽ ദീപാരാധന, മണികുട്ടി പൂജ, ഉത്സവം, ഭഗവാന്റെ തിടമ്പ്, കൊടിമരം, വെടിക്കെട്ട് എന്നിവയൊന്നും ഈ ക്ഷേത്രത്തിലില്ല. അതുമാത്രമല്ല, ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ശ്രീ വാമനമൂർത്തിയായ ഭഗവാൻ ചെറിയൊരു ബാലനായതുകൊണ്ട് ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിലും നമസ്കാര മണ്ഡപവും വളരെ ചെറുതാണ് എന്നുള്ള പ്രത്യേകതയുമുണ്ട്. വേദങ്ങൾ അഭ്യസിക്കുന്ന ബാലഭാവത്തിലുള്ള വാമനമൂർത്തിക്ക് എപ്പോഴും വേദങ്ങൾ ഓതുന്നത് കേൾക്കുവാൻ ഏറെ ഇഷ്ടമാണ് എന്നുള്ളതുകൊണ്ട് അതിപ്രാധാന്യമുള്ള ഓത്തുകൊട്ട് എന്നൊരു ചടങ്ങ് ഈ ക്ഷേത്രത്തിൽ നടത്തിവരുന്നു. യജുർവേദം സമ്പൂർണ്ണമായി പാരായണം ചെയ്യുന്നതാണ് ഓത്തുകൊട്ട്. ഈ ഓത്തുകൊട്ട് 3 വർഷം കൂടുമ്പോഴാണ് ഈ ക്ഷേത്രത്തിൽ നടത്തുന്നത്. കർക്കിടകം മുതൽ കന്നിമാസം വരെ നീണ്ടു നിൽക്കുന്ന ഈ ഓത്തുകൊട്ടിൽ കേരളത്തിലെ പ്രശസ്തരായ വേദജ്ഞർ പങ്കെടുക്കാറുണ്ട്. കർക്കിടക മാസത്തിൽ വെളുത്ത പക്ഷത്തിൽ പഞ്ചമിയുടെ അന്നാണ് ഓത്തുകൊട്ട് തുടങ്ങുക. യജുർവേദമാണ് ഇവിടെ ചെല്ലണത്. അത് 4-5 വിധത്തിൽ ചെല്ലും. രാവിലെ തുടങ്ങിയാൽ രാത്രി വരെ ഉണ്ടാവും. ഭക്ഷണം കഴിഞ്ഞാലും തുടങ്ങും. അങ്ങനെ യജുർവേദം മുഴുവൻ ഈ 10-39 ദിവസം കൊണ്ട് 4-5 വിധത്തിൽ ചൊല്ലി അത് മുഴുവൻ ചെല്ലേണ്ട ഒരു കാര്യമുണ്ട്. അത് കാരണമാണ് ഈ 39 ദിവസം എന്ന് പണ്ട് നിശ്ചയിച്ചത്. പക്ഷേ ഇപ്പോൾ ആൾക്കാരുടെ കുറവും എല്ലാം കാരണം അത് ചിലപ്പോൾ 40-41 ആയിട്ട് വരും. രാവിലെ തുടങ്ങിയാൽ ഇപ്പോൾ കുട്ടികൾക്ക് ഭക്ഷണം, നാട്ടുകാർക്ക് ഭക്ഷണം എല്ലാം ഉണ്ട്. പണ്ട് കാലത്ത് ഈ 10 ഇല്ലക്കാർ ഓരോ ചെറിയ ഭരണിയിൽ നെയ്യ് നിറച്ച് അതിലൊരു കൂർച്ചം ഇട്ട് അതിൻ്റെ തല കീഴ്പൊട്ടാക്കി ഈ ചെലണ വല്യമ്പലത്തിൽ കെട്ടിത്തൂക്കും. ഇപ്പോൾ അത് ഭക്തജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് വലിയ ഭരണികളിലാക്കിയിട്ട് ഇതുപോലെ കൂർച്ചിട്ട് വയ്ക്കും. അത് വിദ്യയ്ക്കും സന്താനലബ്ധിക്കും വിവാഹം നടക്കുന്നതിനും അങ്ങനെ പലതരത്തിലുള്ള ഓരോ ഭക്തൻ്റെയും ആവശ്യങ്ങൾക്ക്
ഉതകുന്ന വിധത്തിലാണ് ഇത് ഈ വേദം കേട്ടുകൊണ്ട് ഇരിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഇത് പര്യവസാനിക്കണ അന്ന് എല്ലാവർക്കും ഈ നെയ്യ് വിതരണം ചെയ്യും. അത് സേവിക്കണവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഫലം കാണും എന്നുള്ളത് പലരും ഇവിടെ വന്ന് അവരുടെ കാര്യസാധ്യയെ പറ്റി പറയാറുണ്ട്. അത് വളരെ വിശേഷപ്പെട്ടതാണ് ഓത്തുകൂട്ടിൻ്റെ നെയ്യ് സേവിക്കുക എന്നുള്ളത്. ഓത്തുകൂട്ട് 3 വർഷം കൂടുമ്പോഴാണ്. ഇപ്പോൾ അടുത്ത ഓത്തുകൂട്ട് അടുത്ത 2027 കർക്കിടക മാസത്തിൽ വെളുത്ത ദ്വാദശിയിടന്ന് തുടങ്ങും. മിത്രാനന്തപുരം ക്ഷേത്രത്തിലെ ബാലനായ വാമനമൂർത്തിയുടെ പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്തൊക്കെയാണെന്ന് പറയാം. വാമനമൂർത്തിക്ക് ഓലക്കുട സമർപ്പണം എന്നൊരു വഴിപാട് ഈ ക്ഷേത്രത്തിൽ നടത്തി വരുന്നു. സർവ്വ ഐശ്വര്യത്തിനായിട്ടാണ് ഭക്തജനങ്ങൾ ഭഗവാന് ഈ വഴിപാട് സമർപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഭൂമി സംബന്ധമായ ദോഷപരിഹാരത്തിനും പുതിയ വീട് പണിയുന്നതിനും ഭൂമി പൂജ, ഭൂമിദാനം എന്നീ വഴിപാടുകൾ ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ നടത്താറുണ്ട്. കൂടാതെ ക്ഷേത്രത്തിന് സമീപത്തായി ഒരു നക്ഷത്രവനം നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ നക്ഷത്രവനത്തിൽ 27 നക്ഷത്രങ്ങളുടെ ദേവതമാരെയും അവരുടെ വൃക്ഷങ്ങളെയും ഭക്തജനങ്ങൾ ആരാധിക്കുന്നുണ്ട് എന്നുള്ള പ്രത്യേകതയുമുണ്ട്. അതുകൂടാതെ ഇവിടെ എല്ലാ ദിവസവും അതാതു നാളുകളിൽ നക്ഷത്ര വൃക്ഷപൂജയും നടത്തിവരുന്നു. ജാതക സംബന്ധമായ ദോഷപരിഹാരങ്ങൾക്ക് വേണ്ടിയാണ് ഭക്തജനങ്ങൾ ഇവിടെ നക്ഷത്ര വൃക്ഷപൂജ നടത്തുന്നത്. അതുമാത്രമല്ല, ഈ നക്ഷത്രവനത്തിലെത്തുന്ന ഭക്തജനങ്ങൾ തങ്ങളുടെ ജാതക സംബന്ധമായ ദോഷങ്ങൾ തീർന്നു കിട്ടുന്നതിനായി അവരുടെ നാളുകളിലുള്ള വൃക്ഷങ്ങൾക്കും ദേവതമാർക്കും വെള്ളം നൽകുകയും വൃക്ഷങ്ങളുടെ മുൻപിൽ ദീപം തെളിയിക്കുകയും ചെയ്യുന്നു. മിത്രാനന്തപുരം വാമനമൂർത്തി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഇവിടെ ഭൂമി പൂജ. ഭൂമി സംബന്ധമായിട്ടുള്ള എന്ത് കാര്യം ഉണ്ടെങ്കിലും, ഭൂമി വിൽക്കുക, മേടിക്കുക, ഇരിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും ദോഷങ്ങൾ, പെരപണിയുക, പെരപണിത മുഴുവനാവായ ഭാഗസംബന്ധമായിട്ട്, കൃഷി സംബന്ധമായിട്ട് അത്തരം കാര്യങ്ങൾക്ക് ഇവിടെ ഭൂമി പൂജ വളരെ വിശേഷമാണ്. എന്താ പ്രത്യേകത ഭൂമി പൂജയ്ക്ക്? ഇവിടെ ഭഗവാൻ ആരാണ്? വാമനമൂർത്തി. ആരുടെ അവതാരം? മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് വാമനമൂർത്തി. വാമനമൂർത്തി മഹാബലിയുടെ കയ്യിൽ നിന്ന് എന്താണ് പറഞ്ഞിട്ടാണ് ഭൂമി പൂജ മേടിച്ചത്? 3 അടി മണ്ണ് ദാനം ചോദിച്ചു. എന്നിട്ട് ആദ്യത്തെ അടി അളന്നപ്പോൾ ഭൂമി മുഴുവൻ കയ്യിലായി എന്നുള്ളതുണ്ടല്ലോ. ആ ഒരു പ്രത്യേകതയാണ് ഇവിടുത്തെ ഭൂമി പൂജയുടെ പ്രത്യേകത. ഭഗവാന്റെ വാമനമൂർത്തിയുടെ കയ്യിലാണ് ഭൂമി മുഴുവൻ എന്നുള്ള സങ്കല്പമാണ്. അപ്പോൾ എന്നും ഇവിടെ ഭൂമി പൂജയുണ്ട്. പിന്നെ ഇവിടെ നക്ഷത്ര വൃക്ഷമുണ്ട്. നമ്മുടെ ഓരോ നാളിൻ്റെ വൃക്ഷങ്ങളും 27 നാളിലെ വൃക്ഷങ്ങളും ആ വൃക്ഷങ്ങളിലെ ദേവതമാരും ഉണ്ട്. അവിടെ ഈ ജാതക സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾക്ക് അതാത് നാളുകാർക്ക് അതാത് നാളിലാണ് പൂജ. അത് വളരെ വിശേഷപ്പെട്ടുള്ളതാണ്. അതുപോലെ തന്നെ മീനൂട്ട് ഇവിടെ വളരെ വിശേഷമാണ്. കാരണം മഹാവിഷ്ണുവിൻ്റെ ആദ്യത്തെ അവതാരമാണല്ലോ മത്സ്യാവതാരം. അപ്പോൾ അദ്ദേഹത്തിന് ഭഗവാന് സമർപ്പിക്കലാണ് ഈ മീനൂട്ട് നടത്തുന്നതിൻ്റെ സങ്കല്പം. മീനൂട്ട് സമർപ്പിക്കുന്നതിൻ്റെ ഗുണം നമ്മൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകളെ അകത്താനായിട്ടാണ്. ഭഗവാൻ വാമനമൂർത്തിയാണല്ലോ, അദ്ദേഹത്തിന് ഈ ഓലക്കുട വളരെ വിശേഷപ്പെട്ടതാണ്. കുടുംബ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് ഓലക്കുട ഭഗവാന് സമർപ്പിക്കുന്നത്. ആ ഓലക്കുട നമ്മുടെ കയ്യിൽ പിടിച്ച് പുറത്ത് നാരായണ നാരായണ ജപിച്ച് 4 പ്രദക്ഷിണവും ഉള്ളിൽ 1 പ്രദക്ഷിണമാണ് വെച്ച് അവിടെ മണ്ഡപത്തിൽ ഭഗവാന് സമർപ്പിക്കുക. അത് വളരെ വിശേഷപ്പെട്ടതാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷപ്പെട്ടത്.
നമസ്കാരം. ഞാൻ ചെന്നൈയിൽ ജനിച്ച് വളർന്നതാണ്. ഞാൻ വന്നിട്ട് ഞങ്ങളുടെ സ്ഥലം, ചെന്നൈയിലുള്ള സ്ഥലം വിൽക്കാൻ നോക്കായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ തറവാട് വന്നിട്ട് എടക്കളത്തൂർ, തൃശ്ശൂരിലാണ്. അപ്പം നമ്മളവിടെ പൂജ നടത്തുമ്പോൾ അങ്ങനെ ഞങ്ങളുടെ വല്യമ്മയുടെ ചേട്ടൻ്റെ വൈഫിനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവരാണ് ഞങ്ങളോട് പറഞ്ഞത്, ഇങ്ങനെ ഇവിടെ ഒരു വാമനമൂർത്തി ക്ഷേത്രമുണ്ട്, അവിടെ നിങ്ങൾ വഴിപാട് ചെയ്താൽ എല്ലാവർക്കും നല്ല ബലം കിട്ടിയിട്ടുണ്ട്, അവിടെ ചെയ്ത് നോക്കൂ, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അത് കേട്ടിട്ടാണ് ഞാനിവിടെ വന്ന മിത്രാനന്ദപുരി വാമന ക്ഷേത്രത്തിൽ വന്ന് ഇവിടെ ആദ്യത്തെ പൂജ ചെയ്തു. അപ്പോൾ അവർ മണ്ണൊക്കെ തന്നു. അത് ആ മണ്ണൊക്കെ പ്രസാദം തന്നു. അതൊക്കെ കൊണ്ടുപോയി ഞങ്ങളുടെ വീട്ടിലെ വളപ്പിൽ എല്ലാം ഇത് ചെയ്തു. പിന്നെ ഒരു 2-3 മാസമാകുമ്പോഴേക്കും നമുക്ക് കുറേ ഇങ്ങനെ ആൾക്കാർ വന്നു കൊണ്ടിരുന്നു. പിന്നെ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞ് ഒരു 3-4 മാസമാകുമ്പോഴേക്കും ഞങ്ങൾക്ക് സക്സസ് ആയി. 6 മാസത്തിൽ കംപ്ലീറ്റ് ഡീലും ഞങ്ങളുടെ കഴിഞ്ഞു. അപ്പോൾ വളരെ വളരെ ശക്തിയുള്ള ക്ഷേത്രമാണ്. വാമനമൂർത്തിക്ക് നമുക്ക് നല്ല ബലനും കിട്ടി. അപ്പോൾ അതിൻ്റെ ഇതായിട്ട് ഞങ്ങൾ ഇന്ന് പ്രസാദകൂട്ട് ഇവിടെ നടത്താം. ഭൂമി സംബന്ധമായ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ശരിയാവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് വഴിപാട് കഴിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതേപോലെ നടത്തി, ഫലം കിട്ടി. ഞാൻ കോയമ്പത്തൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ സിസ്റ്ററിൻ്റെ വീട് ഇവിടെ രാപ്പാളുണ്ട്. അവരുടെ തറവാട് സ്ഥലം വിൽക്കാൻ വേണ്ടി കുറേ ആയി ശ്രമിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് അറിഞ്ഞ ഒരാൾ പറഞ്ഞതാണ്, ഇവിടെ മിത്രാനന്തപുരത്ത് വന്ന് പ്രാർത്ഥിച്ചാൽ വാമനമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അത് നീർന്ന് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനു വേണ്ടി വന്ന് ചേച്ചി പ്രാർത്ഥിച്ചു. അവർ വന്ന് വഴിപാട് കഴിപ്പിക്കുകയും ചെയ്തു, സ്ഥലം വിൽക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ബലം ഇന്ന് കണ്ടതുകൊണ്ടാണ് ഞങ്ങൾ നിറമാല ചാർത്താൻ വന്നത്, ആ വഴിപാട് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനും ആ വിശ്വാസത്തിൽ തന്നെ വന്നിവിടെ പ്രാർത്ഥിക്കുകയാണ്. ഈ മിത്രാനന്തപുരം വാമന ക്ഷേത്രത്തിനെ പറ്റി ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിലേക്ക് വരുന്നത്. എൻ്റെ അനിയത്തിയുടെ ഒരു അനുഭവമാണ് ഇതിൽ എനിക്ക് പറയാം. എൻ്റെ അനുഭവം പറയുന്നതാണ്, അനിയത്തിക്ക് ഇതുപോലെ തന്നെ തറവാട്ട് വീട് സ്ഥലം ഭാഗം കിട്ടിയിട്ട് 10-12 കൊല്ലത്തായി. അത് വിൽക്കാൻ പറ്റാതെ കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ആരോ അവരോട് പറഞ്ഞു തോന്നുന്നു, ഇങ്ങനെ ഈ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ കാര്യം നിങ്ങൾ ഈ ഭൂമി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അവിടെ നിവൃത്തി കിട്ടും എന്ന് പറഞ്ഞപ്പോൾ അത് അവർ 12 കൊല്ലത്തിന് ശേഷം ഇപ്പോൾ അത് ഇവിടെ പൂജ വെച്ചതിന് ശേഷം അത് വിൽക്കാൻ കഴിഞ്ഞു. അപ്പോൾ ആ വിൽക്കുന്നതിനനുസരിച്ച് എന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് ഭൂമി അവിടെ ഇല്ല, സ്വന്തമായിട്ട് എവിടെ വാങ്ങിയിട്ടില്ല, ഞങ്ങൾ ഭാഗം കിട്ടിയ സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ പൈസ കിട്ടുകയാണ് ചെയ്തത്, അതുകൊണ്ട് ഈ ഭൂമി എനിക്ക് മേടിക്കാൻ ഉണ്ടല്ലോ. അപ്പോൾ മേടിക്കാനും പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പെങ്ങൾ പറഞ്ഞത് മേടിക്കാനും ഭൂമി സംബന്ധമായി എന്തുണ്ടെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് ഇവിടെ പരിഹാരങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിന്ന് വന്നത്. ജീവിതത്തിൽ ഞങ്ങളെല്ലാവരും വളരെ ഒരു സാധാരണ കഷ്ടപ്പെട്ടവരായിരുന്നു. ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ തരക്കേടില്ലാതെ ജീവിക്കാന്നുള്ളൊരു ഭഗവാൻ അങ്ങനെ വരുത്തി തന്നു വെച്ചാൽ അതന്നെ ഒരു അനുഭവമല്ലേ. ഞങ്ങളുടെ ഇന്ന് ഇപ്പോൾ വീട് ഞങ്ങളിതിൻ്റെ അമ്പലത്തിൻ്റെ തൊട്ട് മുന്നിലാണ് താമസിക്കുന്നത്. നമ്മൾ പുറത്ത് ഒക്കെയാണ് ജോലിക്കാരുണ്ടായിരുന്നത്. എന്നിട്ട് ആ വീട് പണി അന്നൊന്നും ഈ ഭൂമി പൂജ തുടങ്ങിയിട്ടില്ല, അവിടെ ഭൂമി പൂജ ആരംഭിച്ചിട്ടില്ല ആ സമയത്തൊന്നും. ആ സമയത്ത് ഞങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ സെറ്റിലാവാൻ പറ്റുന്നോ, ഈ വീട് പണി മുഴുവനാക്കാൻ പറ്റുമെന്നോ ഒന്നും ഞങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഭഗവാൻ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരുത്തി ഇവിടെ ഈ അമ്പലത്തിൽ ജോലി ചെയ്യാനുള്ള ഭാഗ്യം തന്നു. അതുവഴി ഞങ്ങളുടെ വീട് പണി ഇപ്പം നല്ല തരക്കേടില്ലാത്ത, ഹൈഫൈ അല്ല എങ്കിലും മോശമില്ലാത്ത മാന്യമായിട്ടുള്ള രീതിയിൽ ഞങ്ങളെ ഇങ്ങനെ ജീവിപ്പിച്ച് കൊണ്ടുപോകുന്നില്ലേ. അതന്നെ ഇതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ കിട്ടിയതാ. ഞങ്ങൾ തറവാട്ട് സ്ഥലം കിട്ടിയിട്ട് ഒരു 5-6 ഒരു 10-12 കൊല്ലത്തോളമായി. അത് കച്ചവടത്തിന് നോക്കിയിട്ട് ഇതുവരെ സെയിലാവാതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് അങ്ങനെ അറിഞ്ഞത് ഇവിടെ ഭൂമി പൂജ നടക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ 2-3 പൂജ നടത്തിയപ്പോഴേക്കും തന്നെ സ്ഥലം കച്ചവടമായി. അതിൻ്റെ ഒരു സന്തോഷത്തിന് ഇന്ന് ഇവിടെ നർമാലയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ. ഇനി ഈ ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളെക്കുറിച്ച് പറയാം. എല്ലാ മാസത്തിലെയും തിരുവോണ നാൾ ഈ ക്ഷേത്രത്തിൽ അതിവിപുലമായി ആചരിച്ചു വരുന്നു. അന്നേ ദിവസം ഈ ക്ഷേത്രത്തിൽ നാമജപവും ഭജനയും ഭക്തജനങ്ങൾ നടത്തിവരുന്നു. കൂടാതെ ബ്രാഹ്മണർക്ക് കാല് കഴിച്ചൂട്ട്, ഭക്തജനങ്ങൾക്ക് അതിവിപുലമായ തിരുവോണ ഊട്ട് എന്നിവയും ഈ ക്ഷേത്രത്തിൽ നടത്തിവരുന്നു. ഈ ചടങ്ങുകളിലും തിരുവോണ ഊട്ടിലും പങ്കെടുക്കുന്നതിനായി നിരവധി ഭക്തജനങ്ങളാണ് അന്നേ ദിവസം ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. കൂടാതെ ഈ ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷ ദിവസങ്ങളും അതിവിപുലമായി തന്നെ ആചരിക്കുന്നുണ്ട്. ഇവിടുത്തെ സാധാരണ വിശേഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രതിഷ്ഠാദിനമാണ്. അത് മേടമാസത്തിലെ അത്തം നാളിലാണ് പ്രതിഷ്ഠാദിനം കൊണ്ടാടപ്പെടുന്നത്. ഇവിടുത്തെ തന്ത്രി മുഖ്യൻ എന്ന്
പറയുന്നത് ശ്രീ നെടുമ്പള്ളി തരണനെല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാടാണ്. നെടുമ്പള്ളി തരണനെല്ലൂരിൻ്റെ പദ്ധതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രം. പ്രതിഷ്ഠാദിനത്തിന് പുറമെ ഇവിടെ സാധാരണയായിട്ട് ഇവിടെ നടത്തി വരുന്നത് ഒന്ന് തിരുവോണൂട്ട്, വേറൊന്ന് ദ്വാദശിയൂട്ട്. ദ്വാദശിയൂട്ട് എല്ലാ മാസത്തിലെയും വെളുത്ത പക്ഷത്തിലെ ദ്വാദശി നാളിലാണ് നടത്തി വരുന്നത്. അപ്പോൾ ഈ ദ്വാദശിയൂട്ടിന് കാല് കഴുകിച്ചൂട്ട് കൂടാതെ ഇവിടെ നടത്തി വരുന്നത് അന്നദാനമാണ്. പ്രസാദകൂട്ടുണ്ടായിരിക്കും, നിറമാല, ചുറ്റുവിളക്ക്, നാമജപം എന്നിവയാണ് ദ്വാദശിയൂട്ടിന് ഉള്ളത്. അതുപോലെ തിരുവോണൂട്ടിൻ്റെ ചടങ്ങിലും ഇതേപോലെ തന്നെയാണ്. തിരുവോണൂട്ടിന് ഉണ്ണികളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ചടങ്ങ്. അതിന് ഉണ്ണികൾക്ക് കാലുകഴിച്ചൂട്ടുണ്ട്. അതുകൂടാതെ ഉച്ചയ്ക്ക് പ്രസാദകൂട്ടുണ്ട്. ദ്വാദശിയൂട്ട് പോലെ തന്നെ നിറമാല, ചുറ്റുവിളക്ക്, നാമജപം എന്നിവയും ഉണ്ടായിരിക്കും. ഇതെല്ലാ മാസങ്ങളിലും നടന്നു വരുന്നതാണ്. പിന്നെ 30 വ്യാഴാഴ്ച, അതായത് എല്ലാ മലയാള മാസത്തിലെയും 30 ആദ്യത്തെ വ്യാഴാഴ്ച നാരായണീയ പാരായണം ഉണ്ടായിരിക്കുന്നതാണ്. രാവിലെ തുടങ്ങി ഉച്ചയ്ക്ക് കൂടിയിട്ട് ഏകദേശം അവസാനിക്കും. പിന്നെ എല്ലാ വ്യാഴാഴ്ചയും ഭഗവാന് വളരെ പ്രധാനമാണ്. ഇവിടുത്തെ ഒരു വഴിപാട് തന്നെ പഞ്ചാരപ്പായസമാണ്. അത് എല്ലാ വ്യാഴാഴ്ചയും ധാരാളം ഭക്തജനങ്ങൾ വന്ന് ചെയ്യാറുണ്ട്. സാധാരണ എല്ലാ മാസങ്ങളിലും നടത്തപ്പെടുന്ന തിരുവോണ ഊട്ടിന് പുറമെ ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് പ്രത്യേകതയുണ്ട്. അതാത് ഗ്രഹങ്ങളിലെ ഭക്തജനങ്ങൾ എല്ലാ ഗ്രഹങ്ങളിലും കൊണ്ടാടുന്ന പോലെ തിരുവോണം ഇവിടെയും കൊണ്ടാടുന്നുണ്ട്. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതിൻ്റെ ചടങ്ങുകളുണ്ട്. കൂടാതെ ഭക്തജനങ്ങൾക്ക് ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ ഓണസദ്യ നൽകുന്നുമുണ്ട്. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു വിശേഷ ദിവസമാണ് അഷ്ടമിരോഹിണി. അന്ന് ഇവിടെ ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരുകയും വഴിപാടുകൾ കഴിക്കുകയും ചെയ്യുന്നുണ്ട്. മിത്രാനന്തപുരം ക്ഷേത്രത്തിൽ വാണരുളുന്ന ശ്രീ വാമനമൂർത്തി വേദങ്ങൾ അഭ്യസിക്കുന്ന ബ്രാഹ്മണനായ ഒരു ബാലനാണ് എന്നുള്ളതുകൊണ്ട് വിദ്യാർത്ഥികൾ ഈ ഭഗവാനെ ദർശനം ചെയ്യുന്നത് വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുവാൻ ഏറെ ഗുണകരമാണ്. കൂടാതെ സത്സന്താന ലബ്ധിക്കും സർവ്വ ഐശ്വര്യത്തിനും ജീവിത പുരോഗതിക്കും ഈ വാമനമൂർത്തി ദർശനം അത്യുത്തമമാണ്. അതുകൊണ്ട് ഒരിക്കലെങ്കിലും ഈ മിത്രാനന്തപുരം വാമനമൂർത്തി ക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം ചെയ്യുക. ഈ ക്ഷേത്ര ദർശനം വരുന്ന ആളുകളിൽ എന്നിലും നിങ്ങളിലും എന്നും സർവ്വ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും സർവ്വ സൗഭാഗ്യങ്ങളും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തിയുടെയും മറ്റു ഉപദേവതകളുടെയും സർവാനുഗ്രഹങ്ങളും വാങ്ങി ക്ഷേത്രസന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും വീണ്ടും ജൈത്രയാത്ര തുടരുന്നു. റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയുടെ പുതുമയുള്ള ക്ഷേത്രവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി